ദിവസം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഞാൻ പോവുകയാണ്. ദ ബിഗസ്റ്റിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനെ ചൊല്ലി UDF-ൽ പിടിവലി. CP ജോണിനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. VS ശിവകുമാറിനായും ശബരിനാഥിനായും മുറവിളി ഉയരുന്നുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് മുന്നണിയിലെ പൊതുവിലയിരുത്തൽ. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനെ ചൊല്ലിയുള്ള UDF-നുള്ളിലെ മുറവിളികളാണ് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ഇവിടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. നമ്മുടെ ദേവൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ദേവൻ, ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എല്ലാവരെയും സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും LDF ഏറ്റെടുക്കുന്ന സീറ്റാണ്, CPIM ഏറ്റെടുക്കുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്താണെങ്കിലും UDF അവിടെ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഏത് പേരിനാണ് മുൻതൂക്കം? നിലവിലെ MLA ആയിരുന്നിട്ടുള്ള ആന്റണി രാജുവിനെതിരെ ഈ തൊണ്ടിമുതൽ കേസിൽ വിധി വന്നതോടുകൂടി, അല്ലെങ്കിൽ അതോടുകൂടി തന്നെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം അയോഗ്യത കൽപ്പിച്ചതോടുകൂടിയാണ് UDF തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് കൂടുതൽ ഇപ്പോൾ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വിജയസാധ്യത UDF ഇപ്പോൾ ഈ മണ്ഡലത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടിയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ UDF-നുള്ളിൽ തന്നെ ഒരു തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമായും UDF-ന്റെ ഔദ്യോഗിക പക്ഷം ഘടകകക്ഷിയായിട്ടുള്ള ഘടകകക്ഷിയായിട്ടുള്ള CMB-യിൽ നിന്നും CP ജോണിനെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ UDF-നുള്ളിൽ ഉയരുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ കൂടുതൽ പിന്തുണ ഇപ്പോൾ CP ജോണിന് ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നും VS ശിവകുമാറിനെ വാദിച്ച് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മുൻപും ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച ആൾ തന്നെയാണ് VS ശിവകുമാർ. അതുകൊണ്ട് തന്നെ VS ശിവകുമാറിനെ വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് അത് UDF-ന് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ VS ശിവകുമാറിന്റെ പേരും അവിടെ ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ മുൻപ് തന്നെ ശബരിനാഥിനായും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മാറ്റിവെക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അരുവിക്കരയിൽ നിന്നും പിന്നീട് ശബരിനാഥ് തിരുവനന്തപുരം നഗരത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാറ്റുകയും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് ശബരിനാഥിനെ പരിഗണിക്കണമെന്ന കാര്യം കൂടി UDF-നുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. മുൻപ് തന്നെ K മുരളീധരൻ ഇത്തരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുള്ള ആവശ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിൽ വട്ടിയൂർക്കാവിൽ ഒരു വിജയസാധ്യത ഉണ്ടായിട്ടും K മുരളീധരൻ അവിടെ നിന്നും മാറ്റി മത്സരിപ്പിച്ചത് അദ്ദേഹത്തിന് വലിയ തിരിച്ചറിയായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് അദ്ദേഹം മുതിരില്ല എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന പോലെ തന്നെ VS ശിവകുമാറിനായും ഒപ്പം തന്നെ CP ജോണിനുമായി ആയിരിക്കും ഇപ്പോൾ UDF-ൽ പ്രധാനമായും തർക്കം ഉടലെടുക്കുന്നത്. പ്രത്യേകിച്ചും UDF-നുള്ളിലെ VD സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ CP ജോണിന് ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അധികാരത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം അടക്കം നൽകുന്ന കാര്യമടക്കം പരിഗണിക്കുന്നു കൂടിയുണ്ട്. CMB വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഘടകകക്ഷിയെ നിൽക്കുന്നിടത്തൊരു സമയത്ത് ഇത്തരത്തിലൊരു ഉറപ്പുള്ള മണ്ഡലം നൽകിക്കൊണ്ട് തന്നെ ആ ഘടകകക്ഷിയെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം VS ശിവകുമാറിന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ. പ്രത്യേകിച്ചും മുൻപ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുള്ള ആളെന്ന രീതിയിലും തന്നെ മണ്ഡലത്തിന് സ്വീകാര്യൻ എന്നൊരു നേതാവെന്നുള്ള രീതിയിലും VS ശിവകുമാർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ LDF-ൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൂടി പിടിച്ചെടുക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത്. ഏതായാലും LDF-ൽ നിന്നും വരുന്ന സ്ഥാനാർത്ഥിയെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിനെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു വോട്ട് പങ്കാളിത്തമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു LDF-ൽ നിന്നും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാണ് എത്തുന്നതെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും UDF മണ്ഡലത്തിലേക്ക് ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് ഒരു അവസാന ശരി. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനെ ചൊല്ലിയുള്ള UDF-ലെ ചർച്ചകൾ പറയുകയായിരുന്നു. ആരുടെയൊക്കെ പേരുകൾ, എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് പറയുകയായിരുന്നു നമ്മുടെ ദേവൻ MP തിരുവനന്തപുരത്ത് നിന്ന്. നമ്മുടെ